നിനക്ക് വിശക്കുന്ന മക്കൾക്ക് വിശക്കണോ? അല്ല വിശക്കണോന്ന് ചോദിച്ചപ്പോ കേറിയിരുന്ന്. മക്കൾക്ക് വിശക്കണോടാ? വാ, ഇന്ന് എല്ലാരും പറഞ്ഞ് നിനക്ക് വിശക്കണം നീ ചോദിച്ചിട്ടല്ലാതെ നിനക്ക് ഫുഡ് തരില്ലെന്ന്. വാ, ഇനിയെങ്കിലും നീ കഴിക്കുമെന്ന്. ഒരു സത്യമായിട്ട് ഇപ്പം കട്ടിലിൽ വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ് ചോദിച്ചതുപോലെ. എന്റെ കയ്യിൽ ഒന്നുമില്ല, പക്ഷേ ഏതാണ്ട് വന്ന് ഇങ്ങനെ ഇരുന്ന് ചോദിക്കുകയാണ്. ഇവൻ വിശന്നിട്ട് തന്നെയാണ്. ഞാൻ ഇത്രയും നേരമായിട്ട് ഒന്നും കൊടുത്തില്ല കേട്ടോ. കാരണം ഇവൻ താനെ കുറച്ച് സമയം എടുക്കട്ട് എന്നല്ല, ഇത്രയും നേരം അല്ല, രാവിലെ കാപ്പി കൊടുത്ത് എന്നിട്ട് ഉച്ചയ്ക്ക് ഞാൻ കൊടുക്കാൻ മടിച്ചത് തന്നെ. ചോറ് എടുത്തോണ്ട് വന്ന് അവൻ കറക്റ്റ് വിശക്കണം എന്ന് പറഞ്ഞാണ് ഇരിക്കുന്നത്. മക്കള് കഴിച്ചു. അവന് കഴിക്കാനൊക്കെ അറിയാം. ഞാൻ ക്ഷമയോടെ കാത്തിരിക്കുക. എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ടും സ്നേഹമുള്ളത് കൊണ്ടും മാത്രമാണ് ഞാൻ വാരിക്കൊടുക്കുക. എടാ, എൻ്റെ വില കളയാതെ വന്നിരുന്ന് തിന്നടാ. എടാ പൊട്ട, ഇങ്ങോട്ട് വാടാ. ഞാൻ വലിയ കാര്യത്തിൽ ഇന്ന് നീ കഴിക്കുമെന്നും പറഞ്ഞിരുന്നിട്ട് നീ കഴിച്ചോണം. ഞാൻ ഉരുട്ടി വെച്ചിട്ടുണ്ട്, ഇനിയെങ്കിലും കഴി. എന്നെ നനകെടുത്തല്ലേടാ. ഓരോ ഉരുള എടുത്ത് കഴിയടാ. ഞാൻ ഇന്നലത്തോടെ വിചാരിച്ചതാണ് അവൻ ഇനി താനേ കഴിക്കട്ട്. ബിന്ദു ചേച്ചി പറഞ്ഞതായാലും പിന്നെ അതിലൊരു മെസ്സേജ് കണ്ടിട്ടുണ്ടായിരുന്നു, ബോധമില്ലേ അവന് കഴിക്കാൻ അറിഞ്ഞുകൂടാന്ന്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും കുറച്ച് വിശന്നിട്ട് അവൻ താനേ ഫുഡ് കഴിക്കുന്ന ഒരു വീഡിയോ എടുത്തിട്ടിട്ടേ ഉള്ളൂ എന്നും പറഞ്ഞാണ് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തത്. രാവിലെ കാപ്പി കഴിച്ചു, കുറച്ച് സമയം എടുക്കട്ടെന്ന് വിചാരിച്ചു. അവൻ താനേ വരികയും ചെയ്തു. പക്ഷെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം ഇവൻ എന്തടുത്ത് ചെയ്യുന്നു. ഞാൻ വലിയ കാര്യത്തിൽ വീരവാദം പറയണ ഫുഡ് അവൻ താനേ കഴിക്കും, അവൻ അങ്ങനെയൊന്നുമില്ല ഇങ്ങനെയാണെന്നൊക്കെ ഇന്നത്തെ വീഡിയോയിൽ അങ്ങനെ ഇരുന്നു എന്നൊക്കെ വിചാരിച്ചപ്പോൾ അവൻ ഇന്നലത്തെ പോലെ ഇറങ്ങി ഓടി. ഇന്ന് 3 മണിയോളം ആയി, അപ്പോഴാണ് അവൻ കഴിക്കാൻ വന്നത്. വിശന്നിട്ടാണ് വന്നതെന്ന് അറിയായിരുന്നു. പക്ഷെ അവൻ കഴിക്കാതെ പോയി. അപ്പോൾ എനിക്കൊരു സംശയം, ഇനി അയാൾ പറഞ്ഞതുപോലെ ഇനി കഴിക്കാൻ അറിയത്തില്ലേ എൻ്റെ കൊച്ചിന്. അങ്ങനെ ഞാൻ ഉരുട്ടി വെച്ച് കൊടുത്തപ്പോൾ സത്യമായിട്ട് എനിക്ക് അതിശയം തോന്നുന്നു, ഇങ്ങനെ എല്ലായിടത്തും അവൻ കഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് മനസ്സിലായി ഇവൻ ഉരുട്ടി കൊടുത്താലേ കഴിക്കും. ഉരുട്ടി വെച്ച് കൊടുത്തപ്പോൾ എല്ലാം കഴിക്കുന്നു കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും കുറേശ്ശെ ഞാൻ ഇവനെ 1 വയസ്സായില്ല, ഇനി വലിയ കുട്ടിയാണ്. പക്ഷേ എനിക്ക് സന്തോഷത്തോടെ തന്നെയാണ് ഞാൻ കൊടുക്കണത്. എനിക്ക് അവന് ആ വാരി കൊടുക്കുമ്പോൾ ഒരു മനസ്സിൽ സന്തോഷമൊക്കെ ഉണ്ട്. എന്നാലും ഇല്ലെങ്കിൽ അമ്മയ്ക്കായാലും ഇവിടെ കൊണ്ട് കൊടുത്ത് അവന് കഴിക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇനി മുതൽ അവനെ വിട്ട് എന്നെ കഴിപ്പിക്കണം. അങ്ങനെയാണ് ഇന്ന് ഗുണ്ടു എല്ലാ ചോറും കഴിച്ച് സ്വന്തമായിട്ട് കഴിച്ചത്. പക്ഷേ ഞാൻ ഉരുട്ടി വെച്ച് കൊടുത്ത്. പിന്നെ ഞാൻ വാരി കൊടുത്തെന്നും പറഞ്ഞ് എനിക്കൊരു റിഗ്രറ്റും ഇല്ല. ഞാൻ ഹാപ്പിയോടെയാണ് കൊടുത്തത്. പറയടാ, എനിക്കും കഴിക്കാൻ അറിയാന്ന്. അമ്മ പക്ഷെ ഉരുട്ടി തരണം. ഞാൻ അവൻ്റെ കള്ളത്തരവ് കണ്ടുപിടിച്ചു. ഇനി നമ്മൾ കുറേശ്ശെ അവനെ പഠിപ്പിച്ചെടുക്കും.